നമസ്കാരം. 1202 ആണ്ട് ചിങ്ങമാസം 1 മുതൽ 1202 ആണ്ട് കർക്കിടകം 31, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലത്തെ 12 രാശിയിലെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. മിഥുനം രാശി വ്യാഴം 2, 3 ഭാവത്തിലും ശനി 10, 11 ഭാവത്തിലും രാഹു 9, 8 ഭാവത്തിലും ഗോചരം ചെയ്യുന്ന കാലമാണ്. പങ്കാളിയുടെ പൈതൃക സ്വത്ത് കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ്. ബന്ധുക്കളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ടി വരുന്ന ഒരു കാലമാണ്. ബന്ധുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ നിങ്ങൾക്ക് മേടിക്കേണ്ടി വരും. സുഹൃത്തുക്കളുമായിട്ട് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുതർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് ശത്രുത വന്നു ചേരുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ തർക്കങ്ങൾക്ക് പോവാതിരിക്കുന്നതാണ് ഉത്തമം. പുതിയ ഭവനം പണിത് താമസയോഗ്യമാകും. കർമ്മരംഗത്ത് തടസ്സങ്ങൾ ധാരാളമായിട്ട് വരുന്നൊരു കാലമാണ്. പരിശ്രമങ്ങൾക്ക് ഗുണഫലം ഉണ്ടാകുന്നതാണെങ്കിലും ആ ഗുണഫലങ്ങൾ നമുക്ക് നേട്ടങ്ങളാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ, അതായത് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ മനസാന്നിധ്യവും കർമ്മരംഗം ഉഷാറാവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ധാരാളം നേട്ടങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അനാരോഗ്യം മൂലം നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വന്നേക്കാം. പ്രത്യേകം ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുക. ഉന്നതരായിട്ടുള്ള വ്യക്തികളുമായിട്ട് ഉള്ള കൂടിക്കാഴ്ച മൂലം നിങ്ങൾക്ക് ചില നേട്ടങ്ങളൊക്കെ അതിൽ നിന്നുണ്ടാക്കാം. അവരുടെ ഒരു അഭിപ്രായങ്ങളെയൊക്കെ മാനിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അസ്ഥാനത്തായി മാറാം. അതുകൊണ്ട് 2 തരത്തിലുള്ള വരുമാനം വരുന്ന കാര്യങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് കൂടുതൽ ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സന്തോഷപ്രദമായിട്ടുള്ള ഒരു കുടുംബജീവിതം വന്നു ഭവിക്കുന്നതാണ്. യാത്രകളൊക്കെ കൂടുതൽ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. കാരണം പല യാത്രാ ചെലവുകൾ അധികരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്തു പോകുന്ന യാത്രകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് യാത്രാ ക്ലേശങ്ങളും അലച്ചിലുകളും ആവാം. അതുകൊണ്ട് അതിനെയൊക്കെ മാറ്റിവെക്കുന്നത് ഉത്തമമായിരിക്കും. അത്യാവശ്യം പോകേണ്ട കാര്യങ്ങൾക്ക് മാത്രം ശ്രമിച്ച് വളരെ ശ്രദ്ധയോടുകൂടി യാത്ര തുടരുന്നത് ഉത്തമമായിരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അപമാനം വരുത്തി വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഇടപെടലുകൾ ചിലപ്പോൾ നിങ്ങൾ സ്വയം അപമാനിതനാവാനൊക്കെ കാരണമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്കാരെ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുക. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട് ഹനുമാന് നിങ്ങൾ ഏതെങ്കിലും വഴിപാടുകൾ നടത്തുകയോ ആഴ്ചയിൽ ഒരു ദിവസം ബുധനോ ശനിയോ പോലെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹ പൂജ, നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നവഗ്രഹ പുഷ്പാഞ്ജലിയോ നവഗ്രഹ പൂജയോ നടത്തുന്നത്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും പൂജ നടത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയും മിഥുനം രാശിക്കാർക്ക്.